യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, hero Jesus, makes us into little heroes. Hero Jesus, hero Jesus, makes us into little heroes. ആപത്തിന്റെ നേരത്തെല്ലാം കുറുമ്പു ചെയ്യും നേരത്തെല്ലാം, ആപത്തിന്റെ നേരത്തെല്ലാം തുണയായി ചാരെ പറന്നിറങ്ങും. കുറുമ്പു ചെയ്യും നേരത്തോതും നൽവഴി കാട്ടും നൽവചനങ്ങൾ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. അയ്യോ രക്ഷിക്കലേ, അയ്യോ. അയ്യോ എന്താ ബേബി, എന്തു പറ്റി? എന്തിനാ നീ കരഞ്ഞത്? അയ്യോ, ഞാനൊരു സ്വപ്നം കണ്ടതാ അമ്മച്ചി. അല്ലെങ്കിലും പഠിത്തമുള്ള ദിവസം സ്വപ്നം കാണല് കുറച്ച് കൂടുതലാ. ഞാൻ പേടിച്ചു പോയി അമ്മച്ചി, അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല. കൊള്ളാം, ബെസ്റ്റ്. പനി, തലവേദന, പനി, വയറുവേദന, ഓരോ ദിവസം ഓരോ കാരണങ്ങളാ. എന്തായാലും ഇന്നത്തെ കാരണം കലക്കി. സ്വപ്നം കണ്ട് പേടിച്ചൂന്ന്. പേടിയെന്ന് പറഞ്ഞാ ഒരു അസുഖല്ലേ അമ്മച്ചി? അതെ, തല്ല് കൊള്ളാത്തതിന്റെ അസുഖ. ഒരു മുട്ടം വടിയെടുത്ത് 2 എണ്ണം പൊട്ടിച്ച അസുഖെല്ലാം പമ്പ കിടക്കും. എന്തായാലും നാളെ ഞാൻ ക്ലാസ്സിൽ പോവും, അത് ഉറപ്പാ. നാളെ ക്ലാസ്സിൽ പോവുന്നോ? അപ്പൊ ഇന്നോ? ഇന്നെനിക്ക് പോവാൻ പറ്റില്ല. അതെന്താ പറ്റാത്തെ? ഇന്ന് ഞാൻ ഭയങ്കര മൂഡൌട്ടാന്നേ. ഇന്നെനിക്ക് പോവാൻ പറ്റില്ല. നിന്റെ വെളച്ചിലൊന്നും എന്നോട് വേണ്ട. വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ നോക്കടാ. ഞാൻ ഇന്ന് പോവൂല. പോയില്ലെങ്കിൽ നിന്റെ ക്ലാസ് ടീച്ചറെ ഞാൻ വിളിക്കും. അന്നാമ്മ ടീച്ചറുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ. ടീച്ചർ ഇവിടെ വന്ന് നിന്നെ പൊക്കും. ഓ, ഈ അമ്മച്ചിന്റെ ഒരു കാര്യം, എന്നെ തല്ലു വിളിക്കാൻ ഭയങ്കര ഉത്സാഹ. നിനക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാനില്ലേ? ഓ, ഞാൻ ചെയ്തോളാം. ഇനി എപ്പോഴാ? എന്റെ അമ്മച്ചി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. പറ്റില്ല, നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഞാൻ കുറച്ചു നേരം ഇളംവെയിൽ കൊള്ളട്ടെ. ഇളംവെയിൽ കൊണ്ടാൽ ബുദ്ധി കൂടുമെന്നാ പറയുന്നത്. എന്നാ ആരാ പറഞ്ഞേ? ഓ, അതൊരു പുസ്തകത്തിൽ വായിച്ചതാ. നിന്നോട് അംഗം വെട്ടി നിന്നാലേ എന്റെ ജോലിയൊന്നും നടക്കില്ല. ഇങ്ങനെയുണ്ടോ ഒരു കുഴിമടിയൻ? ഇന്ന്
ക്ലാസ് പോവാതിരിക്കാൻ എന്താ ഒരു മാർഗം? അറിയാവുന്ന രോഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയ രോഗങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം. എടാ ബോബി, എന്താടാ നീ സ്കൂളിൽ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞാൻ വന്നോളാം. നീ വാടാ, നമുക്ക് ഒരുമിച്ച് പോവാം. വലിയ പഠിപ്പിച്ചുകളുമായുള്ള കൂട്ടൊന്നും ശരിയാവൂല. ക്ലാസ്സിൽ വരണൊക്കെ കൊള്ളാം, പക്ഷേ ഇന്ന് ഓണപരീക്ഷന്റെ പേപ്പർ കിട്ടുന്ന ദിവസാ. അടിയുടെ പൂരായിരിക്കും. അയ്യോ, ഞാനത് മറന്നുപോയി. ഇന്നെന്തായാലും ക്ലാസ് പോയാൽ ശരിയാവില്ല. നീ എന്താണ് ചെക്ക അന്തം വിട്ട് നിൽക്കുന്നത്? ഞാൻ ഫുൾ A+ കിട്ടുമെന്ന് ആലോചിച്ചതാ. ഫുൾ A+ഓ? നിനക്കോ? അതിന് കാക്ക മലർന്നു പറക്കണം. കാക്ക മലർന്ന് പറന്നില്ലെങ്കിലും കാക്ക മുട്ട കിട്ടുമായിരിക്കും. ബോബിക്ക് കാക്ക മുട്ടയല്ലേ കിട്ടാൻ പോണത്, ആന മുട്ടയാ. തുളസി ടീച്ചറും രാധാമണി ടീച്ചറും തല്ലില്ല. കാർത്തികേയൻ മാഷ് വഴക്ക് പറയുള്ളൂ. പക്ഷേ അന്നമ്മ ടീച്ചറുടെ കാര്യം ഓർക്കുമ്പോഴാ ടീച്ചർ എന്നെ നിർത്തി പൊരിക്കും. നിന്റെ കണക്കിന്റെ പേപ്പർ ഞാൻ നോക്കി. മാർക്ക് എത്രയാണെന്നറിയോ? 0. ടീച്ചർ, അത് ഇന്ന് അടിച്ച് നിന്റെ തൊട ഞാൻ പൊട്ടിക്കും. തിരിഞ്ഞേക്കടാ. അയ്യോ വേണ്ട ടീച്ചർ, ഞാൻ നന്നായി പഠിച്ചോളാം. നന്നായി പഠിച്ചാ അടിക്കില്ല. ഇപ്പൊ 0 വാങ്ങിയതിനാ അടിക്കുന്നത്. കേട്ടോടാ കഴുതേ. അയ്യോ മഴ ടീച്ചർ, എന്നെ അടിക്കില്ല ടീച്ചറെ, മതി. പുതിയൊരു നമ്പർ ഇറക്കാതെ പറ്റില്ല. അയ്യോ, ബോബിയുടെ കരച്ചിലല്ലേ ഈ കേൾക്കുന്നേ? എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിനിത് എന്തു പറ്റി? അയ്യോ ബോബി, എന്തു പറ്റിയിടാ മോനെ? ബോബി! എടാ മക്കളെ, ബോബി ഇന്ന് ക്ലാസ്സിൽ വരില്ല കേട്ടോ. ക്ലാസ് ടീച്ചറോട് പറഞ്ഞേക്കണം. എന്തു പറ്റി അമ്മച്ചി? എനിക്കറിയില്ലടാ മക്കളെ, പെട്ടെന്ന് തല കറങ്ങി വീണു. കുറച്ചു മുമ്പ് ഞങ്ങൾ സംസാരിച്ചതാണല്ലോ. എനിക്കൊന്നും അറിയാൻ മേല. ഞാൻ അവനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാ. എടാ തക്കുടു, ബോബിക്ക് ഇങ്ങനെ പെട്ടെന്ന് അസുഖം വരാൻ എന്താടാ കാരണം? അന്നമ്മ ടീച്ചറുടെ തല്ലു പഠിച്ചാവും. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു കാരണവും കാണുന്നില്ല. അത് ശരിയാണോ? ക്ലാസ് ഇല്ലാത്ത ദിവസമൊന്നും അവൻ ഒരു അസുഖവും വരാറില്ല. ആ പാവം അമ്മച്ചിയെ പറഞ്ഞാ മതിയായല്ലോ. ഇതുപോലെയുള്ള അമ്മച്ചിമാരാ കുട്ടികളെ മടിയന്മാരാക്കുന്നത്. എന്തായാലും ആശുപത്രി ചെല്ലുമ്പോൾ കള്ളി വെളിച്ചത്താവുമല്ലോ. അമ്മച്ചിയെ പറ്റിക്കുന്നത് പോലെ ഡോക്ടറെ പറ്റിക്കാൻ പറ്റില്ല. ആ കാഴ്ചയൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അയ്യോ അമ്മച്ചി, എനിക്ക് വയ്യേ, ഞാനിപ്പോ ചാവും. അയ്യോ. ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടോ? ഇല്ല, ഓരോ ദിവസവും ഓരോ അസുഖങ്ങളാ. തലവേദന, വയറുവേദന, നെഞ്ചുവേദന. അതെല്ലാം ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാ. എന്തായാലും ഓപ്പറേഷൻ വേണ്ടിവരും. ഓപ്പറേഷനോ? അമ്മച്ചി പേടിക്കണ്ട, ബോധം കെടുത്തിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് വേദന എടുക്കില്ല. മണ്ടൻ ഡോക്ടർ, കുറെ ദിവസത്തെ ഈ ക്ലാസ്സിൽ പോണ്ട. ബോബി എന്താ ആലോചിക്കുന്നേ? അത് ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം ആലോചിച്ചതാ. ബോബിക്ക് പേടിയുണ്ടോ? ഇല്ല. എന്നാ പേടിക്കണം. അതെന്തിനാ? ബോധം കെടുത്താതെയാ ഓപ്പറേഷൻ ചെയ്യുന്നത്. ബോധം കെടുത്താതെയോ? അതെ, വയറ് കീറി കുറച്ച് മരുന്ന് വെച്ചിട്ട് തുന്നി കെട്ടും. വേറൊന്നും ചെയ്യില്ല. അയ്യോ വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. ഇരിയടാ അവിടെ. അയ്യോ ഡോക്ടറെ, എനിക്ക് അസുഖമൊന്നുമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? വയറ് കീറുമ്പോ വാ വിട്ട് നിലവിളിക്കില്ലേ? അത് സാരമില്ല, വായിൽ തുണി തിരുകിയാൽ മതി. കൈയും കാലും ഓപ്പറേഷൻ ടേബിളിൽ പിടിച്ചു കെട്ടുകയും ചെയ്യാം. അയ്യോ, നിന്നോടവിടെ ഇരിക്കാനാ പറഞ്ഞത്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ. നീ മിണ്ടരുത്. സാധാരണ സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികളിലാണ് ഈ രോഗം കണ്ടുവരുന്നത്.
ഇന്നു തന്നെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മടിയന്മാരായ മറ്റു കുട്ടികൾക്കും ഈ അസുഖം പകരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ പറഞ്ഞത് ശരിയാ, ഇവന് സ്കൂളിൽ പോവാൻ ഭയങ്കര മടിയാ. എന്തായാലും ബോബി എഴുന്നേറ്റ് ഓടാതിരിക്കാൻ ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. ഈ സിറഞ്ച് കൊണ്ടാണോ കുത്തുന്നത്? പേടിക്കണ്ട, കണ്ണിലാ കുത്തുന്നത്. എന്റെ അമ്മച്ചി, അവൻ ഓടിപ്പോയല്ലോ. അവന്റെ പുറകെ നിങ്ങളും ഓടിക്കോ, അല്ലെങ്കിൽ കുത്ത് കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. എന്നെ എന്തിനാ കുത്തുന്നത്? കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നോക്കാതെ അവരുടെ താളത്തിനൊത്ത് തുള്ളിയാ. കുത്തല്ല, ഓപ്പറേഷൻ ചെയ്തു കളഞ്ഞാൽ. എന്റെ കർത്താവേ, എന്നെ കൊല്ലാൻ വരുന്നേ. മക്കളെ ഒന്ന് നിന്നേ. എന്താ ആന്റി? നിങ്ങൾ ബോബിയെ കണ്ടോ? ഇല്ല, കണ്ടില്ലല്ലോ. ഞാൻ അവനെ നോക്കി ഇരുന്നതാ. എന്തിനാ ആന്റി? അടിച്ച് അവന്റെ തൊട പൊട്ടിക്കാൻ. അതിന് അവൻ എന്താ ചെയ്തേ? അവൻ എന്നെ പറ്റിച്ചതാ മക്കളെ, സ്കൂളിൽ പോവാതിരിക്കാൻ. ആ ഡോക്ടർ എന്നെ നിർത്തി പൊരിച്ചു. ആന്റി ഒരു പാവമായതുകൊണ്ടാ ബോബി എപ്പോഴും ആന്റിയെ പറ്റിക്കുന്നത്. എനിക്കിപ്പോഴാ മക്കളെ അവന്റെ അടവുകൾ ശരിക്കും മനസ്സിലായത്. കുഴി മാറ്റിയെ. അവൻ എങ്ങോട്ടാ പോയത്? എവിടെയോ ഒളിച്ചിരിക്കുക. എന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് അവനറിയാം. എന്നാലും അവൻ എവിടെ പോവാനാ? നിങ്ങളൊന്ന് അന്വേഷിക്കാമോ? അതിനെന്താ ആന്റി? വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് അന്വേഷിച്ചാ മതി. ശരി ആന്റി. എന്ത് നല്ല പിള്ളേര്. എനിക്കൊരെണ്ണമുള്ളത് തല തിരിഞ്ഞുപോയി. ഒരു മനുഷ്യന്റെ മണമടിക്കുന്നുണ്ടല്ലോ. ഈ ഉൾക്കാട്ടിലെവിടെയാ മനുഷ്യൻ? അയ്യോ, അമ്മച്ചിന്റെ തല്ല് പേടിച്ചു വന്നത് സിംഹത്തിന്റെ വായയിലേക്കാണല്ലോ. എന്നെ കണ്ട ആ സിംഹം എന്നെ കറുമുറാന്ന് കടിച്ചു തിന്നു. ഡാ മോനെ ബോബിക്കൂട്ടാ, നീയായിരുന്നു. നീ എന്തിനാണ് മക്കളെ മരത്തിൽ കയറിയിരിക്കുന്നത്? കുറച്ച് കാറ്റ് കൊള്ളാൻ കേറിയതാ സിംഹച്ചേട്ടാ. ഇറങ്ങി വാടാ, ഇവിടെ നല്ല കാറ്റുണ്ട്. ഇറങ്ങി വന്നാൽ കാറ്റ് പോവും. മര്യാദയ്ക്ക് വന്നാ ഞാൻ കൊന്നിട്ട് തിന്നോളാം, അല്ലെങ്കിൽ ഞാൻ കൊല്ലാതെ തിന്നും. ചുമ്മാ പേടിപ്പിക്കല്ലേ. സിംഹത്തിന് മരം കയറാറില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മരം കയറാൻ അറിയില്ലായിരിക്കും, പക്ഷേ നീ ആ മരത്തിൽ നിന്ന് ഇറങ്ങുമല്ലോ. ഞാൻ ഇറങ്ങത്തില്ല, കൊതിയൻ. എത്ര ദിവസം നീ ആ മരത്തിന്റെ മുകളിലിരിക്കും? നിനക്ക് തിന്നണ്ടേ, കുടിക്കണ്ടേ? അതിനേക്കാളൊക്കെ വലുതാ ചേട്ടാ എന്റെ ജീവൻ. ജീവൻ എനിക്ക് വേണ്ട, ശരീരം മതി. ശരീരമില്ലാത്ത ജീവൻ എന്തിനാടാ? പുഴുങ്ങി തിന്നാനോ? എന്നാ നീ അവിടെ ഇരിക്കേ, ഞാനിവിടെ കിടക്കാം. സിംഹച്ചേട്ടാ, ചേട്ടന് പോയി വല്ല മാനകളെയും പിടിച്ചു നിന്നാ പോരെ? മാനിറച്ചിയൊക്കെ എന്നും തിന്നണതല്ലേ? ഇന്നൊരു വെറൈറ്റിക്ക് ഹോമോസാപ്പിയൻസിന്റെ മാംസമാവട്ടെ. ഞാൻ കുളിച്ചിട്ടില്ല. അത് സാരമില്ല, തൊലി പൊളിച്ചു തിന്നോളാം. എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ചേട്ടാ. എനിക്ക് നിന്നെ തിന്നാനും കൊതിയാകുന്നു. എന്നെ തിന്നാ കൊല്ലും ഞാൻ. നിന്നെ കൊന്നു തിന്നും ഞാൻ. ഓ, ഇത് വലിയ കഷ്ടമായല്ലോ. മര്യാദയ്ക്ക് സ്കൂളിൽ പോയാ മതിയായിരുന്നു. നീ സ്കൂളിൽ പോകാതിരിക്കാനല്ലേ ഓരോ വേലത്തരങ്ങൾ കാണിച്ചത്? ഞാൻ തിന്നു കഴിഞ്ഞാ പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ. അയ്യോ, ആരെങ്കിലും വന്നെന്നെ രക്ഷിക്കണേ, എനിക്ക് പേടിയാവുന്നേ. അയ്യോ, ആരും വന്നവനെ രക്ഷിക്കല്ലേ, എനിക്കവനെ ശാപ്പിടാനുള്ളതാ. ബോബി, ബോബി, നീ എവിടെയാ ബോബി? ഞാൻ സ്വപ്നം കാണുന്നതാണോ? ഈ കുട്ടികളെയെല്ലാം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് തിന്നു തീർക്കും? കിട്ടു, പൊന്നു, ബെറ്റി, തക്കുടു, ഇങ്ങോട്ട് വരണ്ട. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അല്ല കൂട്ടുകാരെ, ഇവർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാ. ഇങ്ങോട്ട് പോര്. വേണ്ട കിട്ടു, ഇങ്ങോട്ട് വരണ്ട. സിംഹം നിങ്ങളെ പിടിച്ചു തിന്നും. കണ്ടോ കണ്ടോ, അവന്റെ പുതിയ അടവ് കണ്ടോ? ഇനി അവന്റെ അടവുകളൊന്നും നമ്മുടെ അടുത്ത് ചെലവാകൂല. വാ, നമുക്ക് അവനെ പിടിക്കാം.
സിംഹത്തിനോടാണോടാ കളി? നീയൊന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ ഈശ്വര, ആ ദുഷ്ടനിന്ന് കൂട്ടുകാരുടെ കഥ കഴിക്കുമല്ലോ. കിട്ടുവും പൊന്നുവും വെറ്റിയും തക്കുടവും ഈ കൊടും വനത്തിലേക്ക് ബോബിയെ അന്വേഷിച്ചു വരാൻ കാരണമെന്താ? ഇവർക്ക് ബോബിയോടുള്ള സ്നേഹം കൊണ്ടാ? ഇവരെ സിംഹം ഓടിച്ചപ്പോൾ ബോബി നിലവിളിക്കാനുള്ള കാരണമെന്താ? ബോബിക്ക് ഇവരോടുള്ള സ്നേഹം. പിങ്കിയും ചെമ്പുവും സുന്ദരിയും ജീവൻ പണയം വെച്ച് കരുത്തനായ സിംഹത്തെ എതിർത്തതെന്തിനാ? ഇവർക്ക് ഇവരുടെ കൂട്ടുകാരോടുള്ള സ്നേഹം കൊണ്ട്. അതേ ഇഷ്ടം ബോബിക്ക് ബോബിയുടെ പുസ്തകങ്ങളോടും തോന്നിയാലേ സ്കൂളിൽ പോകാനുള്ള ബോബിയുടെ മടി മാറിക്കിട്ടും. അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ ആ സിംഹത്തിനെ പോലെയാണെന്ന് ബോബിക്ക് തോന്നും. സ്വപ്നത്തിൽ വന്ന് ബോബിയെ പേടിപ്പിക്കും. എനിക്ക് ഇവരെ പോലെ ബുദ്ധിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ എല്ലാ പരീക്ഷയ്ക്കും തോക്കുന്നത്. വിട്ടിത്തരം പറയാതിരിക്കൂ ബോബി. എല്ലാ കുട്ടികളും വലിയ ബുദ്ധിയുള്ളവരൊന്നുമല്ല. പക്ഷേ അവർക്കൊന്നും തോൽക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വാശിയോടെ പഠിക്കും. വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കും. എഴുതിയിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും എഴുതും. ആ വാശിയാണ് ബോബിക്കില്ലാതെ പോയത്. പുസ്തകങ്ങളോട് ചെങ്ങാത്തം കൂടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പുസ്തകങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണെന്ന് ബോബി ആദ്യം മനസ്സിലാക്കണം. ടീച്ചേഴ്സ് കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. ദേവാലയത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ വിദ്യാലയത്തെയും ഇഷ്ടപ്പെടണം. ബോബി എന്താ എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? അത് നീ എന്നെ ആദ്യമായിട്ട് കാണുന്നതാണോ? സ്കൂൾ എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ KG മുതൽ ഇവിടെ വരുന്നതല്ലേ. നീ പറഞ്ഞത് ശരിയാ, പക്ഷേ ഇതുവരെ നീ എന്നെ ഇങ്ങനെ താല്പര്യത്തോടെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതെങ്ങനെ സ്കൂളിന് മനസ്സിലായി? എന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടികളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം ബോബി. നേരം വെളുത്താലേ ഞാൻ അവരെ വഴിക്കണ്ണുമായി കാത്തിരിക്കും. ഹോളിഡേസ് ആയാൽ എനിക്ക് എന്ത് വിഷമമാണെന്നറിയാമോ? അന്നെന്റെ കുട്ടികളെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. സ്കൂളിന് എന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. ബോബിക്കല്ലേ എന്നെ ഇഷ്ടമല്ലാത്തത്? എനിക്ക് സ്കൂളിനോട് വിരോധമില്ല. അന്നാമ്മ ടീച്ചറെ എനിക്ക് പേടി. കുട്ടി പേടിക്കേണ്ടത് ടീച്ചറിനെ അല്ല, മടിയെയാണ്. അന്നാമ്മ ടീച്ചറിന് ബോബിയെ എന്തിഷ്ടമാണെന്ന് അറിയാമോ? ചുമ്മാ സ്കൂൾ എന്നെ പറ്റിക്കുന്നതാ. അയ്യോ അല്ല ബോബി, ഞാൻ കള്ളം പറയുന്നതല്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ഒന്ന് ടീച്ചറുടെ വീട്ടിൽ പോയി നോക്ക്. എന്നാ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി ആരാണെന്നറിയാമോ? ആരാ ടീച്ചർ? ബോബി. ബോബിയോ? അതെ കുട്ടികളെ, ബോബിയെ പോലെ മിടുക്കനായ ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാ ടീച്ചർ അവൻ എപ്പോഴും തല്ലുന്നത്? ഓ അതോ, ഇത്രയും മിടുക്കനായ ഒരു കുട്ടി മടി പിടിച്ചു മണ്ടനായി പോയാൽ ഏത് ടീച്ചർക്കും ദേഷ്യം വരില്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയോ? അതാ ഞാൻ അവനെ തല്ലുന്നത്. ഒന്ന് നിൽക്ക്. ഇതെന്തു പറ്റി ബോബി? ഇന്ന് സ്കൂളിൽ പോകാതിരിക്കാൻ കാരണമൊന്നും കിട്ടിയില്ലേ? ആ മടിയൻ ചെകുത്താനെ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഇന്നു മുതൽ ബോബി മിടുക്കനാ, മിടുക്കൻ.